കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയേഴ്സിനും വരാൻ പോകുന്ന ഒരു വലിയ അവസരമാണ്. നമ്മൾ ഇതിനു മുന്നേ ഇതിന്റെ ഒരു ഐഡിയ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കേരള PSC ഉടൻ തന്നെ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പറയാനുള്ള വാലിഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റ് വന്നത് 16/9/2023 2023 കഴിഞ്ഞ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ലിസ്റ്റ് വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം PSCയുടെ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അൺലെസ് ആൻഡ് അൺടിൽ ആ ലിസ്റ്റ് അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് അപ്പം എക്സ്പയർ ആവും, അതല്ലെങ്കിൽ 3 വർഷമാണ് വാലിഡിറ്റി വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2026 9ാമത്തെ മാസത്തിലാണ് ഈ ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. നിങ്ങൾക്കറിയാം 2026 ഒരു ലിസ്റ്റ് എക്സ്പയർ ആവുകയാണെങ്കിൽ അടുത്ത ഒരു ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങൾ PSC ഇതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് 2025 അവസാനമാകുമ്പോഴത്തേക്ക് വരുന്ന, അതായത് നമുക്കറിയാം എല്ലാ വർഷവും ഡിസംബർ ആകുമ്പം PSC ഒരു കുറേ ബൾക്കായിട്ട് നോട്ടിഫിക്കേഷൻസ് വരും. അക്കൂട്ടത്തിൽ വന്ന നോട്ടിഫിക്കേഷൻസിലായിരുന്നു LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലുകാരുടെ എക്സാം. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു, ജൂൺ ആകുമ്പോഴത്തേക്ക് എക്സാം കഴിഞ്ഞു. 6 മാസമാണ് നോട്ടിഫിക്കേഷനും എക്സാമിന്റെ ഇടയ്ക്കുള്ള കാലാവധി കിട്ടിയിട്ടുള്ളത്. മാക്സിമം 6 months ആണ് ഇപ്പോൾ ഒരുവിധം അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലെല്ലാം PSC കൊടുക്കും. മാക്സിമം ആണ്. അതിന് മുന്നേ നടന്ന പരീക്ഷകളും ഉണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷൻസിൽ ഈ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം പകുതിയോടുകൂടി നമുക്ക് വാട്ടർ അതോറിറ്റി എക്സാം പ്രതീക്ഷിക്കണം. നമുക്കിപ്പം നമ്മുടെ മുന്നിലുള്ളത് 1 വർഷമാണ്. ഈ 1 വർഷത്തിനുള്ളിൽ വാട്ടർ അതോറിറ്റി എക്സാമിന് നമ്മൾ ഓറിയന്റഡ് ആയി പഠിച്ചാൽ നമുക്ക് ഈ ഒരു ജോലി കിട്ടും അല്ലെ. അപ്പൊ ഈ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഓൾറെഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ LSTD കഴിഞ്ഞിട്ടുണ്ട്, PWD AE നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഹൗസിംഗ് ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എക്സാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിവിൽ സബ്ജക്ട്സ് AE ലെവലിൽ അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് വാട്ടർ അതോറിറ്റി AEയിൽ സിവിലുകാർക്കാണോ വെയിറ്റേജ് കൂടുതൽ കിട്ടാൻ സാധ്യതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. കാര്യം നമുക്കറിയാം 3 ബ്രാഞ്ചുകാർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്: സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ. അപ്പൊ ഈ 3 ഡിപ്പാർട്ട്മെന്റ്, അതായത് 3 ബ്രാഞ്ചിലുള്ളവർക്ക് ഒന്നെങ്കിൽ ബിടെക് ഇൻ റെസ്പെക്റ്റീവ് ബ്രാഞ്ചസ്, അതല്ലെങ്കിൽ BSc ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടായെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവർക്ക് ഈ 3 ബ്രാഞ്ചുകാരും എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ 3 ബ്രാഞ്ചുകാരുടെയും കോർ സബ്ജക്ട്സ് അടങ്ങിയതാണ് സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ സിവിൽ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് സിവിലിന്റെ കുറച്ച് മാർക്കേ കിട്ടുള്ളൂ. ബാക്കി മെക്കിന്റെയും കെമിക്കലിന്റെയും മാർക്സ് കിട്ടണമെങ്കിൽ അത് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഇത് കൂടാണ്ട് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ മൊഡ്യൂളും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന PSC സിലബസിനകത്ത്, വാട്ടർ അതോറിറ്റി സിലബസിനകത്ത് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ നമുക്കിപ്പോൾ നമ്മൾ വാട്ടർ ബില്ല് അടയ്ക്കുന്നവരാണ്. അപ്പോൾ അത് റീഡിങ് എടുക്കാനായിട്ട് മീറ്റർ റീഡേഴ്സ് വരാറുണ്ട്, നമ്മുടെ കറണ്ടിന്റെ ബില്ല് പോലെ തന്നെ. അപ്പോൾ അങ്ങനെ വാട്ടർ റീഡിങ് എടുക്കാൻ വരുന്ന മീറ്റർ റീഡിങ്, അതിന്റെ വാട്ടർ മീറ്റർ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പല ടൈപ്പിലുള്ള മണ്ണിൽ നമുക്ക് പൂഴ്ത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിലേറ്റഡ് ആയിട്ട് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്, ഒരു മൊഡ്യൂളും കൂടിയുണ്ട്. അപ്പോൾ ആ മൊഡ്യൂൾ എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയ കാര്യങ്ങളാണ്. വായിച്ചു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ മാനുവലിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തിയറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്തില്ല. പിന്നെ പക്ഷേ സിവിലിനാണെങ്കിൽ സിവിലിന്റെ കോറുണ്ട്, മെക്കിന്റെ കോറുണ്ട്, കെമിക്കലിന്റെ കോറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കെമിക്കൽ കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിയാണ്, ഓഫ് കോഴ്സ് കെമിസ്ട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അറിയുന്നത്. മെക്കാനിക്കലും സിവിലുമായിട്ട് വലിയ കണക്ഷൻസ് കാണത്തില്ല. പിന്നെ മെക്കും സിവിലും തമ്മിൽ ചില സബ്ജക്ട്സിന് കണക്ഷൻ ഉണ്ടെങ്കിലും ഓഫ് കോഴ്സ് മെക്കിൻ്റെതായ ചില കാര്യങ്ങൾ സിവിൽ പഠിക്കേണ്ടി വരും, സിവിലിന്റെ അതുപോലെ തന്നെ മെക്കാനിക്കലുകാർക്കും പഠിക്കേണ്ടി വരും. പക്ഷേ കെമിക്കലുകാർക്കും ഈ പറഞ്ഞ പോലെ 2 ബ്രാഞ്ചസും പഠിക്കേണ്ടി വരും. അപ്പം നമുക്ക് എന്താണ് ഇവിടെ ഞാൻ പറയുന്ന വാലിഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മുടെ ബ്രാഞ്ചിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും വ്യക്തമായ ഹോംവർക്കിലൂടെ, വ്യക്തമായ സ്റ്റഡി പ്ലാനിലൂടെ ഈ ഒരു വർഷം തയ്യാറെടുത്താൽ മാത്രമേ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോലി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 47.33 ആണ്. 47.33 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ എണ്ണം 208ഉം സപ്ലിമെന്ററി 40 പേരുമാണ് ഉള്ളത്. ആൻഡ് അഡ്വൈസ് ടിൽ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2025 മെയ് വരെ നമുക്ക് അഡ്വൈസ് പോയിട്ട് 31/5/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി 115 വരെ പോയിട്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ ഏകദേശം 115 പേർക്ക്, അതായത് 208 പേര് മെയിൻ ലിസ്റ്റിലുള്ളത്, 115 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ടെക്നിക്കൽ ലിസ്റ്റുകളെ സംബന്ധിച്ച് വലിയൊരു നമ്പർ തന്നെയാണ്. അപ്പോൾ ഇനിയും അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. അതായത് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇനിയും നിങ്ങൾക്ക് നമ്മുടെ അഡ്വൈസസ് പോകാൻ സാധ്യതയുണ്ട്. ലിസ്റ്റ് തീർന്നിട്ടില്ല.
വരുന്ന ലിസ്റ്റിൽ നമുക്ക് റിട്ടയർമെന്റ് വേക്കൻസീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വേറെ ജോബ് കിട്ടിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് വേക്കൻസീസ് നമ്മൾ RTA കൊടുത്താൽ മാത്രം എത്രയാണ് ഇനിയുള്ള ലിസ്റ്റിൽ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ വാട്ടർ അതോറിറ്റി ആയതുകൊണ്ട് തന്നെ ഫെയർ നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ ഇനി ഒരു വർഷമാണുള്ളത്. നമുക്ക് ചിലപ്പോൾ ഡിസംബറിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. 6 മാസം അങ്ങനെ പോയി കിട്ടും. ഈ 6 മാസം അങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള 6 മാസം മാത്രം നമ്മളിന്ന് പഠിക്കേണ്ടി വരും. നമ്മുടെ ബ്രാഞ്ച് മാത്രമല്ല വേറെ 2 ബ്രാഞ്ചും സ്പെഷ്യൽ ടോപ്പിക്സും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 2 ബ്രാഞ്ചും പഠിക്കാനായിട്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നമ്മൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്ന് വേറൊരു ബ്രാഞ്ച് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ tedious ആയിട്ടൊരു ജോബാണ്. ഓഫ് കോഴ്സ് ഒരു എക്സ്പേർട്ട് ഗൈഡിന്റെ കീഴിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. എന്നാലും ഈ 6 മാസത്തിൽ 3 മാസം നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്സ് പഠിച്ചാലും വേറെ 3 മാസമാണ് നമ്മുടെ ഫ്രണ്ടിൽ റിവിഷൻ ഉള്ളത്. ഈ റിവിഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് LSTD കഴിഞ്ഞ സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ 3 മാസം കൊണ്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ എഫക്റ്റീവായി എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇനി ഒരു വർഷം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ 6 മാസം നിങ്ങൾ അല്ലെങ്കിൽ ഒരു 4 മാസം കൊണ്ട് ടോപ്പിക്സ് പഠിച്ചിട്ട് ബാക്കി ഇത്രയും സമയം എന്ത് ചെയ്യുക, നിങ്ങൾ റിവിഷൻ ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്വപ്ന ജോലിയായ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എൻട്രിയിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ലീഡിംഗ് ഫാക്കൽറ്റീസ് 3 ബ്രാഞ്ചിലെ ലീഡിംഗ് ഫാക്കൽറ്റീസ് ആണ് ഈ ഒരു ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ വാട്ടർ അതോറിറ്റി കോഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ കോഴ്സസും ഗോൾഡ് ബാച്ചസും നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന സുവർണ അവസരം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിൽക്കുമ്പോൾ നിങ്ങളത് അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ, അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്, ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിന് പഠിക്കാനുള്ളത്. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു സിലബസ്, കഴിഞ്ഞ സിലബസ് നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും ഈ വാട്ടർ അതോറിറ്റി കഴിഞ്ഞ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മുടെ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കോഴ്സ് എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സസിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. മാത്രമല്ല വ്യക്തമായിട്ട് വീണ്ടും ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ടോപ്പിക്സും ചിലപ്പോൾ നമുക്ക് ഒരു മൊഡ്യൂളൊക്കെ അതിനകത്ത് ബാക്കി ബ്രാഞ്ചസിന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഗേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച് ക്വസ്റ്റ്യൻസ് ടു തിയറി പഠിക്കുക എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ടൈമും സ്പേസും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഹറിബറി ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം അടിക്കുന്ന സമയത്ത് പോവാതെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. സോ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന സുവർണ അവസരം ഇന്ന് തന്നെ മനസ്സിലാക്കി ഈ ഒരു വർഷകാലം അല്ലെങ്കിൽ ഒരു 6 or 7 മാസം നിങ്ങൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് ജോലിയിലേക്ക് കയറാം. താങ്ക് യു.